ശ്രീ ഹാഷിം അരിയിൽ, ഇവിടെ നിങ്ങൾക്ക് ഇനിയും പറഞ്ഞു നിൽക്കാനാകുമോ? കൃത്യമായി ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയുടെ മൊഴിയാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഒരു സേവനവും നൽകിയിട്ടില്ല. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഒരു സേവനവും നൽകിയിട്ടില്ല. 2.78 കോടി രൂപ ചുമ്മാതങ്ങ് കൊടുക്കുകയാണ്. ചുമ്മാതെ കൊടുക്കണമെങ്കിൽ ശശിധരൻ കർത്തയ്ക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ലല്ലോ. ഇത്രയും കോടി രൂപ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കൊടുക്കണമെങ്കിൽ ഒരു സേവനവും നൽകിയിട്ടില്ല. സേവനം നൽകിയതിൻ്റെ രേഖ ഹാജരാക്കാൻ വീണാ വിജയനും കഴിഞ്ഞിട്ടില്ല. അവർ അതിനുശേഷം മറ്റൊരു കമ്പനിയെ കൊണ്ട് ഇത്തരത്തിൽ അവർ സേവനങ്ങൾ വാങ്ങിച്ചു. അതിന് ഇത്രയും തുക നൽകിയിട്ടുമില്ല. അപ്പോൾ കൃത്യമായി അറിയാം PV എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ തന്നെയാണ് ഈ തുക കൊടുത്തത്. ഇനിയും ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തു മറുപടിയാണ് പറയാനുള്ളത്? നേരത്തെ ഇവിടെ ശ്രീ ഹരിദാസ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വീണ ടി എന്നല്ലല്ലോ പറയുന്നത്, വീണ തൈക്കണ്ടിയിൽ എന്നല്ലല്ലോ പറയുന്നത്, വീണ വിജയൻ എന്നല്ലേ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതിനൊരു മറുപടി ആകുമോ ശ്രീ ഹാഷിം അരി? ഞാനും ഹരിദാസ് സാറും മുന്നേ ഇതേ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്, ഇതേ സബ്ജക്റ്റുമായി വന്നിട്ട്. അന്നും സഖാവ് പിണറായിയുടെ മകളെന്ന നിലക്ക് തന്നെയാണ് വീണയെ പറയുന്നത്. അച്ഛനെ മാറ്റി പറയേണ്ട ഗതികേടൊന്നും ആർക്ക് ഈ മണ്ണിലില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഒന്ന്, 2024 പിന്നെ കർത്ത കൊടുത്ത മൊഴി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഒന്ന് പുറത്തു വന്നിരിക്കുന്നത്. ആ മൊഴി ഇന്നലെ പുറത്തു വന്നത് പ്രത്യേകിച്ചും ഇന്ത്യയിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എല്ലാവർക്കും അറിയാം. ആ ഒരു സന്ദർഭത്തിൽ BJP ഒപ്പം ചാരി നിന്ന് പോകുന്ന അവരുടെ മുതലാളിമാരുടെയും അതുപോലെ തന്നെ BJPയുടെ നേരിട്ടുള്ള മാധ്യമങ്ങളായ ജനം, മാതൃഭൂമി, ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ ഇന്നലെ അവര് ആഘോഷിക്കാൻ വേണ്ടി എടുത്ത ഒരു സംഭവമാണ് ഈ ഒരു ചർച്ച എന്ന് ആമുഖമായി ഞാൻ പറയുന്നു. മറ്റൊന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് മറച്ചു വെക്കാനും മൂടി വെക്കാനും നിങ്ങൾ ഇത് എടുത്തു വെക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് കർത്ത പറഞ്ഞ മൊഴി ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? കൊടുത്തു എന്ന് പറയുന്നത് ED എന്ന് പറയുന്ന അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടായിട്ടാണ് പറയുന്നത്. ഈ റിപ്പോർട്ടിന്റെ മുകളിലുള്ള കോടതി വ്യവഹാരങ്ങളും മറ്റും ഒക്കെ നടക്കാനുണ്ട്. ഇത് ഇന്ത്യ രാജ്യമാണല്ലോ. അതിപ്പോ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. എത്ര വലിയ കോട്ടിട്ടാലും 10 ലക്ഷത്തിന്റെ മോടി പിടിപ്പിച്ചാലും അതിന്റെ ഉള്ളിലേക്കൊക്കെ തുളഞ്ഞു കയറുന്ന പാറ്റകളുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ തങ്ങളുടെ ഇംഗീതത്തിന് വഴങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഇന്ത്യയിൽ ഒന്നും നടക്കില്ലെന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ കൂടി നടന്ന ദിവസം കഴിഞ്ഞ ദിവസം. അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, കേരളത്തിൽ പണ്ടുകാലത്തുണ്ടായിരുന്നു ഈ ആഴ്ചക്കിറങ്ങുന്ന പിന്നെ കൈങ്കിളി വാരികൾ. ആ വാരികളിൽ പിന്നെ ഓരോ ആഴ്ചയിലും ജനങ്ങളെ ത്രസിപ്പിച്ചു നിർത്താനുള്ള കുറെ കഥകൾ ഇങ്ങനെ എഴുതുക. 2-3 ആളുകൾ അയാൾ കഥ എഴുതുക എന്നുള്ള സിനിമയൊക്കെ നമ്മൾ കണ്ടിയാന്നല്ലോ. അതുപോലെ ഇവിടെയുള്ള സംഘിപരിവാർ മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷത്തെ ഇരുത്താനും അവരെ ഒതുക്കാനും അവരെ എതിർക്കുന്നവർക്ക് സന്തോഷം നൽകാനും വേണ്ടിയിട്ട് ആഴ്ച കഥ എഴുതുകയും ഇത് ആഴ്ചക്കഥയല്ല ശ്രീ ഹാഷിം അരിയിൽ. അങ്ങനെ വെറുതെ പറഞ്ഞു പോകരുത്. ഇതെങ്ങനെയാ ആഴ്ചക്കഥയാവുന്നത്? ED കൃത്യമായി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുത്ത കൃത്യമായ രേഖയാണ് ഇത്. ആഴ്ചക്കുറിപ്പല്ല, അതിന്റെ രേഖ ലഭിച്ചിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല. ഇതെങ്ങനെ ആഴ്ചക്കുറിപ്പാകും? നിങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു സാങ്കത്യം വേണ്ടേ? ഇതെങ്ങനെയാണ് ആഴ്ചക്കുറിപ്പാകുന്നത്? കൃത്യമായി ED കൊടുത്ത രേഖയല്ലേ ഇത്? ആ രേഖയിൽ പറയുന്ന കാര്യങ്ങളല്ലേ? ED എന്താണോ? ഹരിചന്ദ്രനാണോ ED? ED ഹരിചന്ദ്രനല്ലല്ലോ. കേരളത്തിലെ കൊച്ചിയിലെ EDയുടെ തലപ്പത്തുള്ള ആളാണ് പിന്നെ കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ സ്ഥാനം നഷ്ടപ്പെട്ട് പുറത്തു നിൽക്കുന്നത്. ആ EDയുടെ തലപ്പത്തുള്ള ആളുകളുടെ ആരാന്ന് നമ്മൾ കേരളം കണ്ടതാണ്. ഇവിടെ ED എടുത്ത കേസുകൾ 2800ഓളം കേസുകളുണ്ട്. ED എടുത്ത കേസുകൾ, ഈ കേസുകളിൽ ഇതുവരെ 56 കേസുകളുടെയാണ് കുറ്റപത്രം പോലും മര്യാദയ്ക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി ഒഴിഞ്ഞു കിടക്കുക ഈ കഥയെഴുത്താണ് നടക്കുന്നത്. ഞാൻ വെറുതെ പിന്നെ കേരള പോലീസിനെ ഏൽപ്പിക്കാം. എന്നാ പിന്നെ വിശ്വസ്തയോടെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ കേരള പോലീസിനെ ഏൽപ്പിക്കാം അല്ലേ? അങ്ങനെയാണോ? കേരള പോലീസിന് എന്താ കുഴപ്പം? അപ്പൊ പിന്നെ EDക്ക് എന്താണ് കുഴപ്പം? കേരള പോലീസിൽ കുഴപ്പക്കാരില്ലേ? കേരള പോലീസിൽ എത്രയോ അഴിമതി നടത്തുന്നവരുണ്ട്, സ്വജനപക്ഷപാതം നടത്തുന്നവരുണ്ട്. കേരള പോലീസിന് എന്താണ് കുഴപ്പം ചോദിച്ചാൽ EDക്ക് എന്താണ് കുഴപ്പം? ആ കുഴപ്പക്കാരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംവിധാനം കേരള പോലീസ്, അതേ സംവിധാനം ഒക്കെ EDക്കും ഉണ്ടെന്നേ. നിങ്ങൾ പറയുന്ന ഈ സംവിധാനം കേരള പോലീസിലുണ്ടെങ്കിൽ അത് EDക്കും ഉണ്ട്. EDക്കുള്ളത് ഇപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ വിരലിൽ കെട്ടിയ നൂലിൽ ചലിക്കുന്ന പാവകളാണ് അവര്. അതുകൊണ്ടാണല്ലോ ഇത്രയും കേസുകൾ ഉണ്ടായിട്ട് വിരലിൽ എണ്ണാവുന്നതിന് മാത്രമല്ല അവർക്ക് കുറ്റപത്രം നൽകാൻ പോലും കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ മാത്രം കാര്യക്ഷമത ഉള്ളവരാണെങ്കിൽ എത്ര കേസാണ് ED ജയിച്ചത്? ആ കണക്കൂടെ നിങ്ങൾ പറയും.
അവർ കൊണ്ടുവന്ന കുറ്റപത്രം സമർപ്പിച്ചതിൽ വാദിച്ച് ജയിക്കാൻ പറ്റിയ കേസുകൾ എത്രയുള്ളത്? IFS പോലും തള്ളിയിരിക്കുന്ന ഒരു കേസിനെ പിടിച്ചുകൊണ്ട് അവർ വന്നിരിക്കുന്നു. ആ വന്നിരിക്കുന്നതിൽ നിങ്ങൾ തന്നെ ഈ കേസിന്റെ രസം ചിന്തിക്കുക. 15 വർഷം മുന്നേ നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ED കൊടുത്തിട്ട് പുറത്തു വിട്ടു എന്ന് പറയുന്ന രേഖ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്ക്. ആ രേഖയിൽ പറയുന്നത് 15 വർഷമായിട്ട് കർത്ത പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പണത്തെ കുറിച്ചാണ് പറയുന്നത്. 182 കോടി രൂപ 182 കോടി രൂപ കർത്ത പറ്റിച്ചു എന്ന് പറയുന്ന ആ കണക്കില് കർത്ത പറ്റിച്ചിരിക്കുന്ന 180 നിങ്ങൾക്ക് വിഷയമല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്തായിട്ടാ വരുന്നത്? ഇവിടെ വീണ ദൈക്കണ്ടി അവരുടെ കമ്പനി വാങ്ങിയിരിക്കുന്ന 2,80,00,000 കണക്കാണ് നിങ്ങൾ ഇവിടെ പറയുന്നത്. ഇത് കൂടാതെയുള്ള ബാക്കിയുള്ള അന്വേഷണത്തിൽ ED എവിടെ പോയി? കാര്യക്ഷമതയുള്ളവരാണെങ്കിൽ ഡയറിയിലുള്ള മറ്റ് പേരുകളില്ലേ, അത് വായിക്കാൻ അറിയാഞ്ഞിട്ടാണോ? അവർ എത്രമാത്രം എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നടക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 25 കോടി രൂപയോളം ചാക്കിൽ കെട്ടിയിട്ട് ഇവിടെ കൊണ്ടു നടന്നു എന്ന് പറഞ്ഞു. അന്വേഷണത്തിന് എന്താ മുട്ട് വിറക്കുന്നോ EDക്ക്? എവിടെയാണ് ED ഉള്ളത്? ഞാൻ പറഞ്ഞു വരുന്നത്, ED എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കൂട്ടിലെ തത്തയാണ്. ആ കൂട്ടിലെ തത്തയെ കൊണ്ട് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയിക്കുന്നത് പോലെ നിങ്ങൾ പറയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിനെതിരെ പറയിക്കാൻ അത്തരം വളർത്തുന്ന കൂട്ടിലെ തത്തക്കപ്പുറം വളരാൻ ED ആയിട്ടില്ലെന്നാണ് ഈ പുറത്തുവിടലിലൂടെ. നിങ്ങൾ പുറത്തു വിട്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇപ്പോ പുറത്തു വിട്ടു എന്ന് പറയുന്ന രേഖ പോലും സംശയാതീതമാണ്. ആ സംശയാതീതമായ ചിന്തകൾക്ക് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പറയട്ടെ, ഇതൊക്കെ അത്തരത്തിൽ പടച്ചുവിടപ്പെടുന്ന കഥകളാണെന്നാണ്. ഇതൊന്നും പടച്ചുവിടുന്ന കഥയല്ല എന്ന് കൃത്യമായി രേഖകൾ, എല്ലാ പത്രങ്ങളും ഈ രേഖകൾ അടക്കം ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും ഇത് കൊടുത്തിട്ടുമുണ്ട്.